ഇനി നമുക്ക് ഒരു പച്ച വാഴക്കായില്ലേ, നേന്ത്രക്കായും ഉണക്കമീനുമായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പച്ച വാഴയ്ക്ക നല്ലപോലെ വേവിച്ച് അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് പച്ച തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലപോലെ അരച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ല റെഡിയാക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് പറയുക, അടവ് എന്ന് പറയുന്ന ഉണക്കമീൻ. എന്താണ് എല്ലായിടത്തും പറയാമെന്നറിയില്ല, അടവ് മീനാണിത്. അടവ് എന്ന് പറയുന്ന ഉണക്കമീനും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ ഉണക്കമീനായതുകൊണ്ട് ഉപ്പ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പിന്നീട് ചേർത്താൽ മതി. വേറെ ഒന്നും ചേർക്കാതെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്തായാലും ടേസ്റ്റിനായിട്ട്. അപ്പം ഇതിൻ്റെ കൂടെ പുളിയും കൂടെ ചേർക്കണം കേട്ടോ, അതാണ് നല്ലത്. തക്കാളിക്ക് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്, നാടൻ കറി. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.